കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ ജനങ്ങൾ അറിയാതിരുന്ന ഒന്നാണ് വൈദ്യുതി പ്രതിസന്ധി, കരണ്ട് കട്ട്. ഫുട്ബോൾ മേള നടക്കുന്ന സന്ദർഭത്തിൽ പോലും കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള വൈദ്യുതി പ്രതിസന്ധിയാണ് ഉണ്ടായത്. വൈദ്യുതി വാങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ജൂൺ ജൂലൈ മാസത്തിലേക്ക് ആവശ്യമായ ക്രമീകരണം നടത്തേണ്ടത് എല്ലാ സന്ദർഭങ്ങളിലും കഴിഞ്ഞ 10 വർഷവും ശരിയായ രീതിയിലുള്ള നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കൈകാര്യം ചെയ്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരുന്നത്. എന്നാൽ ഈ ക്രമീകരണം നടത്തേണ്ടുന്ന സമയത്ത് തമ്മിലടിയും കോലാഹലവും അതുപോലെ തന്നെ കോലം കത്തിക്കലും ഒക്കെയായിട്ട് നടക്കുകയായിരുന്നു ഇവർ. ഇത്തവണ മഴ കുറയുമെന്ന് മെയ് മാസത്തിൽ തന്നെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നതാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ ക്രമീകരണം നടത്തേണ്ടുന്ന UDF സർക്കാർ ആദ്യ നാളുകളിൽ തന്നെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് കാണാനാവുക. വൈദ്യുതി മന്ത്രി ബന്ധു നിയമനം നടത്തി വിവാദം ഉണ്ടാക്കി കുറേ ദിവസം അങ്ങനെ പോയി. ഇക്കാര്യത്തിൽ കൃത്യമായ പ്ലാനിങ് LDF സർക്കാർ ഇടപെട്ട രീതിയിൽ വൈദ്യുതി പ്രതിസന്ധി ഇല്ലാതെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിച്ച 10 കൊല്ലത്തിൽ നിന്നും വ്യത്യസ്തമായി വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്കാണ്, കരണ്ട് കട്ടിലേക്കാണ് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു പ്രതീക്ഷയും നൽകാൻ മന്ത്രിക്ക് സാധിക്കുന്നില്ല. മന്ത്രി സമ്മേളനം നടത്തിയിട്ട്, പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞത് നമുക്കെല്ലാം പ്രാർത്ഥിക്കാം എന്നാണ്. പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് കരണ്ട് കട്ട് ഒഴിവാവില്ല എന്നെല്ലാവർക്കും അറിയാം. എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് കൃത്യമായി ഉത്തരം പറയേണ്ടുന്ന ബാധ്യതയുള്ള മന്ത്രി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി വലിയ പ്രതിഷേധം കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളിതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എല്ലാ ലോക്കലുകളിലും വരുന്ന 26-ാം തീയതി ഒരു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ വീടുകളിലും അവിടെ പ്രതിഷേധം അറിയിക്കത്തക്ക രീതിയിൽ 26-ാം തീയതി 7 മണിക്ക് പ്രതീകാത്മകമായിട്ടുള്ളൊരു സമരം എന്ന രീതിയിൽ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് എല്ലാ വീടുകളിലും മെഴുകുതിരി തെളിയിക്കുക, എല്ലാ ലോക്കൽ കേന്ദ്രങ്ങളിലും കൂട്ടായ്മ സൃഷ്ടിച്ചുകൊണ്ടുള്ള മെഴുകുതിരി കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുക. ഇത് കേരളത്തിലുടനീളം നടത്തേണ്ടുന്ന ഒരു മെഴുകുതിരി ഉപയോഗപ്പെടുത്തി പ്രതീകാത്മകമായി ഈ കരണ്ട് കട്ടിന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ സമീപനം തുറന്നു കാണിക്കത്തക്ക രീതിയിൽ വീടുകളിലും അതുപോലെ തന്നെ ഈ ഓരോ മേഖലയിലും ആ രീതിയിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കണമെന്ന് ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നൽകേണ്ടുന്ന ഫണ്ട് വലിയ രീതിയിൽ വെട്ടിക്കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷവും UDFൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. മുമ്പ് ഞങ്ങൾക്കായിരുന്നു നല്ല ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പോടുകൂടി ജില്ലാ പഞ്ചായത്ത് സമാസമാണെങ്കിലും ബാക്കി എല്ലാറ്റിലും അവർക്കാണ് മുൻകൈ. പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറക്കുന്നു എന്നതുകൊണ്ട് മുൻകൈയുള്ള UDFൻ്റെ ഭരണ സംവിധാനമല്ലേ, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന നിലപാട് സ്വീകരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കുന്നതല്ല. അതിൻ്റെ ഭാഗമായി നേരത്തെ 26 പറഞ്ഞത്, അതിൻ്റെ ഭാഗമായിട്ട് ഈ UDF സർക്കാരിൻ്റെ ഈ നിലപാടിനെതിരായിട്ട് ജൂലൈ 30-ാം തീയതി ജനപ്രതിനിധികൾ സെക്രട്ടേറിയറ്റിൽ മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. LDF എന്ന രീതി തന്നെയാണ് ആ മാർച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നത്. പഞ്ചായത്ത് ഓഫീസുകളിലേക്കും ആഗസ്റ്റ് 1, 3 തീയതികളിലായി ജനകീയ സമരം സംഘടിപ്പിക്കണം എന്നും കണ്ടിട്ടുണ്ട്. അതിൽ ജനപ്രതിനിധികൾ മാത്രമല്ല നാട്ടിലെ ആളുകളെല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള വലിയ ഒരു ജനകീയ സമരം ആരംഭിക്കാൻ പോവുകയാണ്. LDFൻ്റെ കാലത്ത് 17,901 കോടിയാണ് വകയിരുത്തിയിരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിപാടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി.
അതിപ്പോൾ 16,369 കോടിയായിട്ട് കുറച്ചു. ആദ്യം തന്നെ കുറച്ചു എന്ന് പറഞ്ഞാൽ 1,534 കോടി ഉറുപ്പികയുടെ കുറവാണ് ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടായിട്ടുള്ളത്. അവസാന ഗഡു ബാക്കിയായാൽ സ്വാഭാവികമായിട്ട് മാർച്ച് ആ ഘട്ടത്തിലാണ് വരിക. സ്പിൽ ഓവർ എന്ന രീതിയിൽ 2,150 കോടി ഉറുപ്പിക ബാക്കിയുണ്ട്. അത് കൊടുക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കേണ്ടതാണ്. അവസാന ഗഡു ബാക്കിയുള്ളത് 2,150 കോടി രൂപ അടിയന്തരമായിട്ട് നൽകണം. ഈ വർഷത്തെ ആദ്യ ഗഡു, ഈ വർഷം ആദ്യ ഒരു ഗഡു കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. ഈ വർഷത്തെ അതായത് മാർച്ച് വരെയാണല്ലോ, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ഇമ്മാസത്തെ ഗഡു 3,396 കോടിയാണ്. അത് കൊടുത്തിട്ടുമില്ല. മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് 1,400 കോടിയും കൊടുക്കണം. ഇത്രയും പണം അനുവദിച്ചാൽ മാത്രമേ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുകൾക്കും ജില്ലാ പഞ്ചായത്തുകൾക്കും മുമ്പ് പ്രവർത്തിച്ചു വന്നതുപോലെ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അത് സാധിക്കാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന ഈ വികസന പദ്ധതികളാകെ മുടങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് 30-ാം തീയതിയും ഇമ്മാസം 30-ാം തീയതിയും അടുത്ത മാസം 1, 3 തീയതികളിലും വലിയ പ്രതിഷേധം നടത്തി ഗവൺമെൻറ്റിനോട് ഈ കാര്യം ഉന്നയിക്കുക എന്നുള്ള പ്രശ്നം വന്നിട്ടുള്ളത്. പോലീസിൻ്റെ നടപടികൾ ഓരോന്നും വലിയ രീതിയിൽ ഹൈക്കോടതിക്ക് തന്നെ ഇടപെടേണ്ടി വരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. 2 മാസമേ ആയിട്ടുള്ളൂ അധികാരത്തിൽ വന്നിട്ട്. അപ്പോഴാണ് ഹൈക്കോടതി ചോദിക്കുന്നത്, ഇതെന്ത് പോലീസ്? ഞങ്ങളാരെങ്കിലും ചോദിക്കുന്നതാണെങ്കിൽ രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞു തള്ളാം. പക്ഷേ ഇതെന്ത് പോലീസ് എന്ന് ചോദിക്കുന്നത് ഹൈക്കോടതി തന്നെയാണ്. കണ്ണൂർ മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ ആത്മഹത്യവുമായിട്ട് ബന്ധപ്പെട്ട് അതിന് ഉത്തരവാദിയായ ഡോക്ടർ റാമിനെ സംരക്ഷിക്കാൻ പോലീസ് ഒത്തുകളിച്ചു എന്ന് ഹൈക്കോടതി തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയ പ്രേരിതമായ രീതിയിൽ ആരെങ്കിലും പറഞ്ഞതല്ല. ഹൈക്കോടതി തന്നെ പോലീസിനെ സംബന്ധിച്ച് പറയുകയാണ്, നിങ്ങൾ ഒത്തുകളിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം ജാമ്യം കിട്ടിയത്. ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ട്, DYSPക്കെതിരായിട്ട് വ്യക്തിപരമായ പരാമർശം തന്നെ ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്. പാവപ്പെട്ടവരെ ഉപദ്രവിക്കാനും പണക്കാരെ രക്ഷപ്പെടുത്തലുമാണോ പോലീസിൻ്റെ നിലപാട് എന്ന് കോടതി ചോദിച്ചു. ഇതിൻ്റെ ഒപ്പം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വേർഡൻ ഉൾപ്പെടെയുള്ളവരുടെ പേരിലെടുത്തുകൊണ്ടിരിക്കുന്ന കേസിൻ്റെയും കാര്യം മനസ്സിലാക്കേണ്ടത്. അതുപോലെ കാപ്പ കേസിൽ പ്രതിയായ കൗൺസിലർക്ക് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചതും കോടതി ആ നിലപാട് സ്വീകരിക്കുന്നതിലെത്തിച്ചതും വി ഡി സതീശൻ ഗവൺമെൻറ്റിൻ്റെ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നഗരസഭാ ഭരണം താൽക്കാലികമായെങ്കിലും അവർക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ സഹായിച്ചത്, BJPയെ സഹായിച്ചത് ഈ രീതിയിലുള്ള ഒരു നിലപാടിൻ്റെ ഭാഗമാണ്. സമരത്തിൽ പങ്കെടുത്ത SFI പ്രവർത്തകരെ മർദ്ദിക്കുകയും അവരെ ആശുപത്രി വരെ കൊണ്ടുപോകുമ്പോൾ കൈവിലങ്ങണിയിക്കുകയും ചെയ്യുന്ന ചിത്രമാണ് നമ്മളിവിടെ കേരളത്തിൽ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങളാണ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 2 മാസം കൊണ്ട് ഇതാണ് അവസ്ഥയെങ്കിൽ UDF ഭരണം മുന്നോട്ടേക്ക് പോകുമ്പോൾ എന്താണ് ഉണ്ടാവാൻ പോകുന്നത് എന്നതിന് വ്യക്തമായ ഉത്തരമായിരിക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ.